ഗൈസ് വീണ്ടും ഞാൻ സനന്തേരി കസം കാണാൻ വന്നതാണ്. അയ്യോ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റിംഗ് ഇരിക്കുകയാണ്. എൻ്റെ കൂടെ ഞാൻ അമ്മയും കൂടെ വിളിച്ചോട്ട് വന്നേക്കുന്നത്. അമ്മ എങ്ങനെയുണ്ട്? എക്സൈറ്റിങ്ങിലാണോ? അടിപൊളിയാ. ഞാൻ അമ്മയ്ക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഞാനൊരു 7-8 തവണ കണ്ടതാണ് യൂട്യൂബിൽ, പക്ഷെ നേരിട്ട് വന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. എന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ്. എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്, കണ്ടിട്ട് വരാം ഗൈസ്. അങ്ങനെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി കാണാൻ ഞാൻ ഇരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്, എന്താ പറയുക. അതും എൻ്റെ അമ്മേനെയും കൂടെ കൊണ്ടുവന്ന് ആ മൂവി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതാ ഇങ്ങനെ മൂവി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ, കാരണം എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അതാ ഗൈസ് നമ്മുടെ മൂവി തുടങ്ങി. എൻ്റെ പൊന്നോ, ഈ മൂവി കാണാത്തവർ എന്താണല്ലോ ഒന്ന് കാണണം. നിങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലിസ്റ്റിൽ ഈ ഒരു മൂവിയും കൂടെ ആഡാവും എന്നത് ഉറപ്പാണ്. കാരണം സ്നേഹിച്ചിട്ടുള്ള ഒരു സ്നേഹിച്ചിട്ട് അത് കിട്ടാതെ പോയവർക്കൊക്കെ എന്തായാലും നല്ലൊരു ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. എനിക്കെന്താണേലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു 4-5 മൂവി ഇങ്ങനെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. ആ ഒരു ലിസ്റ്റിലേക്ക് ഒരു മൂവിയും കൂടെ കയറി പറ്റി ഗൈസ്. അയ്യോ ഞാൻ ഈ മൂവി കണ്ടിട്ട് എനിക്കറിയില്ല, എന്തോ ഒരു ഭയങ്കരമായിട്ട് ഈ ഇന്ദ്രനെ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ദ്രനെ വീട്ടിലോട്ട് കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അയ്യോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മയും മൂവി കണ്ടിട്ട് അമ്മയും ഒരു ഭയങ്കര ഫാനായി കേട്ടോ ഇവൻ്റെ. അങ്ങനെ എന്താ പറയുക ഗൈസ്, നല്ലൊരു മൂവി പോയി കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം. അതുമല്ല എനിക്ക് അമ്മേനെയും കൂടെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷമായി. കാരണം ഞാൻ കുറേ ദിവസം കൊണ്ടേ ഇങ്ങനെ ഈ മൂവി റിലീസ് ആയപ്പോൾ തൊട്ടേ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്, ഇടാ ഒന്ന് കാണാൻ വാ. അപ്പോൾ എല്ലാവരും കണ്ട മൂവി ആയതുകൊണ്ട് ആർക്കും വയ്യ ഗൈസ്. പിന്നെ ലാസ്റ്റ് ഞാൻ അമ്മയോട് പറഞ്ഞപ്പം അമ്മ ഒരു മടിയും കൂടാതെ അമ്മ പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാമല്ലോ എന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഗൈസ്. അങ്ങനെ ഇന്ന് എന്തായാലും അമ്മയ്ക്ക് ലീവ് കൂടെ ആയിരുന്നല്ലോ, അപ്പോൾ പിന്നെ അമ്മയും കൂടെ കൊണ്ടുപോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നു ഗൈസ്, ഇങ്ങനെയൊക്കെ മൂവി എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? എന്തോ അഭിനയമാണ് രണ്ടിൻ്റെ. അയ്യോ ശരിക്കും പറഞ്ഞാൽ അവരങ്ങ് ജീവിക്കുമായിരുന്നു ഈ ഒരു മൂവിയിലൂടെ. അപ്പം നിങ്ങളെന്തായാലും ഈ സനന്തേരി കസം കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി കാണുക. അല്ലാതെ യൂട്യൂബിലൊക്കെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ആദ്യം യൂട്യൂബിലായിരുന്നു ഗൈസ് കണ്ടത്. അങ്ങനെ കണ്ട് വട്ടായിട്ട് ഞാനിപ്പോൾ നേരിട്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തു. അയ്യോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ഈ റിലീസ് ചെയ്തിട്ട് ഇത്രയും കൂടുതൽ ദിവസം ഓടിയിട്ടുള്ളൊരു മൂവി, ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടുള്ളൊരു മൂവിയും കൂടെ ആയിരുന്നു. സിനിമ എങ്ങനെ ചേർന്നു? അങ്ങനെ ഗൈസ് അമ്മയ്ക്ക് മൂവി ഇഷ്ടപ്പെട്ടു. അപ്പോൾ മൂവി കാണാത്തവരൊക്കെ പോയി കാണുക. ടാറ്റാ, സീ യു.